everyone, welcome back to my channel. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് സി പ്രോഗ്രാമിംഗിലെ ഓപ്പറേറ്റേഴ്സിൻ്റെ മറ്റൊരു പാർട്ടാണ് പ്രിസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇൻ സി പ്രോഗ്രാമിംഗ്. അതായത് ഒരു എക്സ്പ്രഷനിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൽ ഏത് ഓപ്പറേറ്റർ ആയിരിക്കും ആദ്യം അതിന് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിലോട്ട് കിടക്കുന്നതിൻ്റെ കാര്യം പറയട്ടെ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് ഓപ്പറേറ്റർ പ്രിസിഡൻസ് ആൻഡ് അസോസിയേറ്റിവിറ്റി എന്ന് നോക്കാം. അപ്പം ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ആദ്യം നോക്കാം കേട്ടോ, എന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, പ്രിസിഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പ്രഷനിൽ മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ 10 + 2 × 4 ഉണ്ട്, അവിടെ പ്ലസ് ഉണ്ട്, ഇൻറ്റു അതായത് സ്റ്റാർ വന്നിട്ടുണ്ട്. സോ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് വരുമ്പോഴത്തേക്കും അതിൽ ഏത് ഓപ്പറേറ്റർക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അതാണ് പ്രിസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് അസോസിയേറ്റിവിറ്റി? ഇപ്പം ചില ഓപ്പറേറ്റേഴ്സിന് സെയിം പ്രിസിഡൻസ് ഉണ്ട്, അതായത് ഒരേ പ്രയോറിറ്റി, ഇപ്പം സെക്കൻഡ് പ്രയോറിറ്റി വരുന്ന ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് വരാം. അപ്പം നമ്മൾ ചാർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഏതാണ് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക, അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ അസോസിയേറ്റിവിറ്റി എന്നുള്ള ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറൻസ്. ഓക്കെ, പ്രിസിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിറ്റർമൈൻസ് വിച്ച് ഓപ്പറേറ്റർ ഇസ് എക്സിക്യൂട്ടഡ് ഫസ്റ്റ് ഇഫ് ദർ ഈസ് മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് ഇൻ ആൻ എക്സ്പ്രഷൻ. അതാണ് പ്രിസിഡൻസ്. ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിലേതാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു ക്രൈറ്റീരിയയാണ് പ്രിസിഡൻസ്. ദെൻ വാട്ട് ഇസ് അസോസിയേറ്റിവിറ്റി? ഇപ്പം ഒരേ പ്രിസിഡൻസ് ഉള്ള മോർ ദാൻ 1 ഓപ്പറേറ്റേഴ്സ് ഒരു എക്സ്പ്രഷനകത്തുണ്ടെങ്കിൽ അതിലേതാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യാമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് അസോസിയേറ്റിവിറ്റി. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ആ ഒരു ചാർട്ട് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ചാർട്ട്. കണ്ടോ, അത് നമ്മൾ പ്രിസിഡൻസ് കൊടുത്തിട്ടുണ്ട്. ഹൈ പ്രിസിഡൻസ് തൊട്ട് ലോ പ്രിസിഡൻസിലോട്ടാണ് നമ്മുടെ ഈ ചാർട്ട് പോയേക്കുന്നത്. പിന്നെ ഓപ്പറേറ്റർ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അസോസിയേറ്റിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രിസിഡൻസ് വരുന്ന ഓപ്പറേറ്റേഴ്സാണ് ഈ ആദ്യത്തെ ബ്ലൂ കളർ കൊടുത്തേക്കുന്നത്. ഏതാ വരുന്നത്? ഈ ഒരു പാരന്തസിസ്, അതായത് ഫംഗ്ഷൻ കോഡ്, ഫംഗ്ഷൻ മെത്തേഡൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ, ജസ്റ്റ് ഇപ്പോൾ പറയുന്നതേ ഉള്ളൂ. ഈ ഒരു ഓപ്പറേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അതിനായിരിക്കും ഹൈ പ്രിസിഡൻസ്, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ്, പിന്നെ ഡോട്ട്, പിന്നെ ഒരു സ്ട്രക്ചർ പോയിന്റർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചില്ലേ, എന്താ പറയുക, ഡിക്രിമെന്റ്, ഇൻക്രിമെന്റ്, പ്ലസ് പ്ലസ് മൈനസ് മൈനസ് ഒക്കെ വരുന്നത്, അതിൽ പോസ്റ്റ് ഫിക്സ്. അതിനടുത്തതിനാണ് ഹൈ പ്രിസിഡൻസ് വരിക. ഓക്കെ, അതിൻ്റെ അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ്. അതിൻ്റെ മീനിങ് എന്താ? ഇപ്പം ഇൻ കേസ് ഒരു എക്സ്പ്രഷനിൽ തന്നെ ഇതിനകത്ത് ഇപ്പം ഈ ഒരു 2-3 ഓപ്പറേറ്റേഴ്സ് ഒരുമിച്ച് വന്നെന്ന് വയ്ക്കുക, അതിനകത്ത് ഏതായിരിക്കും ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഈ അസോസിയേറ്റിവിറ്റി. സോ ഇപ്പം ഓപ്പൺ പാരന്തസിസ് ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ട് ഒരുമിച്ച് വന്നെന്ന് വെച്ചു, അപ്പോൾ അതിൽ ലെഫ്റ്റ് ടു റൈറ്റ്, ദാറ്റ് മീൻസ് ഇപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ്ലി ഏതാണ് കിടക്കുന്നത്, ഇതിനകത്ത് ഏതാണ് കിടക്കുന്നത് അതായിരിക്കും ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ അത് റൈറ്റിലോട്ട് പോകുക. അതാണ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം സിമ്പിളായിട്ട്. ഓക്കെ, ഇപ്പം 10 + 20 × 30, ഇതിൻ്റെ ആൻസർ എന്താ വരിക? നമുക്കിത് 2 രീതിയിൽ നമ്മൾ ചിന്തിക്കാം. ഒന്നെങ്കിൽ 10 + 20 ആദ്യം എടുക്കുക. 10 + 20 എന്ന് പറഞ്ഞാൽ 30. 30 × 30, ദാറ്റ് മീൻസ് 900. സോ 900 ആണോ അതിൻ്റെ ആൻസർ? അതോ നമുക്ക് വേറൊരു രീതി നോക്കാം. 10 + 20 × 30, ദാറ്റ് മീൻസ് 20 × 30 അതും ചെയ്യുന്നു. അപ്പോൾ എന്താ വരിക? 600. സോ ഈ 10 + 600 മീൻസ് 610. സോ ഈ 610 ആണോ 900 ആണോ ഇതിൻ്റെ ആൻസർ വരിക? അത് അറിയാം. പക്ഷെ കണ്ടോ, ഈ എക്സ്പ്രഷൻ നമുക്ക് 2 രീതി നമുക്ക് ആൻസർ കിട്ടി. അപ്പം ഒരെണ്ണം അതിൻ്റെ റോങ് ആണ്, അപ്പോൾ അത് കറക്റ്റ് ആൻസർ ആണ് ഇങ്ങനെ കണ്ടുപിടിക്കുക. അതിനാണ് നമ്മൾ ഈ പ്രിസിഡൻസ് എന്നുള്ള ആ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു പ്രിസിഡൻസ് വെച്ചിട്ട് ഇപ്പോൾ ചാർട്ട് എടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഓപ്പറേറ്ററിനകത്ത് ഏതൊക്കെ വന്നേക്കുന്നത്? പ്ലസും വന്നിട്ടുണ്ട്, സ്റ്റാർ മൾട്ടിപ്ലിക്കേഷൻ വന്നു. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് നോക്കാം. ഈ ചാർട്ടിൽ നമ്മുടെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഓക്കെ കണ്ടോ, ഈ തേർഡ് റോ, തേർഡ് മീൻസ് ഈ പ്രിസിഡൻസ്, തേർഡ് പ്രിസിഡൻസ് സ്റ്റാർ, അതായത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, അതിനാണ് ഈ പ്ലസിനെക്കാട്ടിലും സബ്ട്രാക്ഷനെക്കാട്ടിലും ഒക്കെ കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. സോ നമ്മുടെ ഈ എക്സ്പ്രഷനകത്ത് ആദ്യം അത് ഇവാലുവേറ്റ് ചെയ്യും, ഈ 20 × 30 ആയിരിക്കും. അത് സ്റ്റാറിനാണ് പ്ലസിനെക്കാട്ടിൽ പ്രിസിഡൻസ്. സോ 20 × 30 ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. സോ എന്ത് വരും? അത് 10 + 20 × 30 ചെയ്യുന്നതുകൊണ്ട് 600 വരും. ഓക്കെ,
പിന്നെ വേറെ ഓപ്പറേറ്റർ ഇതിനകത്തുണ്ട്, ഈ ഒരു സ്റ്റെപ്പിലില്ല. പിന്നെ ഇത് തമ്മിൽ സം ചെയ്യും, ദാറ്റ് മീൻസ് 610. സോ 610 ഇസ് ദ ആൻസർ. അതാണ് പ്രിസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് അസോസിയേറ്റിവിറ്റി എന്നാ നോക്കാം. ഈ ഒരു എക്സ്പ്രഷനകത്ത് കണ്ടോ, അസോസിയേറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നോക്കാം. 100 ഡിവിഷൻ 5 മോഡുലസ് 2. നമുക്കിവിടെ നോക്കാം, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്. ഇതിന് സെയിം പ്രയോറിറ്റി അല്ലെങ്കിൽ സെയിം പ്രിസിഡൻസ് ആണ്. നമ്മുടെ ഒരു എക്സ്പ്രഷനകത്ത് ഈ ഡിവിഷനും മോഡൽസ് ഒരുമിച്ച് വന്നിട്ടുമുണ്ട്. അപ്പം അതിലേതായിരിക്കും ആദ്യം എടുക്കുക? അപ്പം അതിനാണ് ഈ അസോസിയേറ്റീവ് എന്നുള്ള കോളം കൊടുത്തേക്കുന്നത്. കണ്ടോ, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പോകുന്നത്. സോ ലെഫ്റ്റിൽ ആദ്യമാണ് കിടക്കുന്നത്, അതായിരിക്കും ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. സോ അത് വരുന്നത് എന്തായിരിക്കും? ആ ലെഫ്റ്റ് വരുന്നത് ആദ്യം ഈ ഡിവിഷൻ ആണല്ലോ. സോ 100 × 5 ആദ്യം ചെയ്യും. 100 × 5 എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും ആദ്യം എടുക്കുക. പിന്നെ മോഡുലസ് 2. സോ 20 മോഡുലസ് 2 കൊടുക്കുന്നു. മോഡുലസ് 20 മോഡുലസ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 10 ആൻസർ. സോ 10 ഈസ് ദ ആൻസർ. ഇതാണ് പ്രിസിഡൻസും അസോസിയേറ്റിവിറ്റിയും. ഇത് ഞാൻ വലിയൊരു എക്സ്പ്രഷൻ കൊടുത്ത് കാണിച്ചേക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാകാനേ. കേട്ടോ, എക്സ്പ്രഷൻ ഇതാണ്. 100 പ്ലസ് 200 ഡിവിഷൻ 10 മൈനസ് 3 മൾട്ടിപ്ലിക്കേഷൻ 10. നിങ്ങളൊരു പേപ്പർ എടുത്ത് എഴുതി നോക്കുക. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായി വെച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ചാർട്ടും കൂടെ യൂസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്താണെന്ന് വെച്ചാൽ എടുത്ത് വെക്കുക. ദെൻ നിങ്ങൾക്ക് മനസ്സിലായി, താഴോട്ട് സ്ക്രോൾ ചെയ്ത് കാണിക്കാം ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഏറ്റവും ലീസ്റ്റ് പ്രിസിഡൻസ് വരുന്നത് ഈ കോമ ഓപ്പറേറ്റർക്കാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പോൾ എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ട, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ലൈക്ക് പാരന്തസിസ്, സ്റ്റാർ, പ്ലസ്, മൈനസ്, പിന്നെ പ്ലസ് മൈനസ് ആൻഡ് അങ്ങനെയൊക്കെയുള്ള ഓപ്പറേറ്റേഴ്സിൻ്റെ കുറച്ച് പ്രിസിഡൻസും അസോസിയേറ്റിവിറ്റിയും ഓർത്തിരിക്കുക, അല്ല ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് ഈ എക്സ്പ്രഷൻ നോക്കാം. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ വേണ്ടി പറഞ്ഞല്ലോ, നമുക്ക് ഇങ്ങോട്ട് വരാം. സോ ഈ എക്സ്പ്രഷനകത്ത് ആദ്യം ഏതായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക? ഇവിടെ ഏതിലായിരിക്കും ഹൈ പ്രിസിഡൻസ് ഉള്ളത്? കണ്ടോ, ഇവിടെ ഏതിനൊക്കെ വരുന്ന സ്ലാഷും, അത് മീൻസ് ഡിവിഷനും ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്, അഡീഷനും ഉണ്ട്, സബ്ട്രാക്ഷനും ഉണ്ട്. സോ നമ്മുടെ ചാർട്ട് എടുക്കുക. ഏതിനായിരിക്കും ഹൈ പ്രിസിഡൻസ്? നമ്മുടെ ഹൈ പ്രിസിഡൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഇതിലാണ് ഹൈ പ്രിസിഡൻസ് ദാൻ അഡീഷൻ, സബ്ട്രാക്ഷൻ. ഓക്കെ, സോ നമ്മുടെ ഇതിനകത്ത് ഡിവിഷനും ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരുമിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഏതിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക? സോ ഈ ഒരു ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരുമിച്ച് വരുമ്പോഴത്തേക്കും അതിലേതാണ് പ്രിസിഡൻസ് നോക്കാം. കണ്ടോ, ഈ ഒരു തേർഡ് പ്രിസിഡൻസ് കൊടുത്തിരിക്കുന്നത് അതാണ്. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് ആൻഡ് സെയിം പ്രിസിഡൻസ് ആണ്. അപ്പം അത് ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. സോ ലെഫ്റ്റിൽ ഏതാണോ നടക്കുന്നത് അതായിരിക്കും ആദ്യം പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ നോക്കാം. അപ്പോൾ അതിൻ്റെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏതായിരിക്കും? ഈ ഒരു എക്സ്പ്രഷൻ, അതായത് 200 ഡിവിഷൻ 10 ആയിരിക്കും ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബ്രാക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കത് ഈസിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് അത് കൊടുക്കുന്നത്. സോ 100 പ്ലസ് 200 ഡിവിഷൻ 10. സോ 200 ഡിവിഷൻ 10 എന്ന് പറഞ്ഞാൽ 20. പിന്നെ ബാക്കി അതുപോലെ തന്നെ -3 × 10 അതുപോലെ തന്നെ കൊടുത്തേക്കുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലോട്ട് വരുമ്പം നോക്കുക, ഇവിടെ എന്താ ഇനി ഇവിടുത്തെ ഏതായിരിക്കും എക്സ്പ്രഷൻ ആദ്യം ചെയ്യുക? ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന ഏതായിരിക്കും? പ്ലസ്, മൈനസ്, സ്റ്റാർ ഉണ്ട്. അപ്പോൾ അത് ഏതായിരിക്കും ചെയ്യുക? സ്റ്റാർ ആയിരിക്കും ചെയ്യുക, അല്ലേ? സോ 3 × 10 ആയിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ 100 + 20 - 3 × 10 ആയിരിക്കും അത് ചെയ്യാൻ വേണ്ടി പോകുക. സോ 3 × 10 എന്ന് പറഞ്ഞാൽ 30. സോ 100 + 20 - 30 ആയിരിക്കും വരിക. ഇനി ഇതിനകത്ത് ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ്? പ്ലസ്സും ഉണ്ട്, മൈനസും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏതായിരിക്കും അത് ഇവാലുവേറ്റ് ചെയ്യുക? പ്ലസും മൈനസും വരുമ്പോഴത്തേക്കും അതിന് സെയിം പ്രിസിഡൻസ് ആണ്. സോ അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ്. സോ ലെഫ്റ്റിൽ ആദ്യം ഏതാണ് വരുന്നത് അതായിരിക്കും ആദ്യം ചെയ്യുക. സോ ഏതായിരിക്കും? ഇവിടെ പ്ലസ് ആണ് ആദ്യം വന്നത്. സോ പ്ലസ് ആദ്യം ചെയ്യും. 100 + 20 ആയിരിക്കും ആദ്യം ചെയ്തത്. ദാറ്റ് മീൻസ് 120 ആദ്യം ചെയ്യുന്നു. പിന്നെ -30 ആയിരിക്കും ചെയ്യുക. ഇനി വേറെ ഓപ്പറേറ്റർ ഒന്നുമില്ല, ജസ്റ്റ് സോ ഡയറക്ട്ലി സബ്ട്രാക്ട് ചെയ്യും. സോ 120 - 30 90 അതായിരിക്കും അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ അസോസിയേറ്റിവിറ്റിയും പ്രിസിഡൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഓക്കെ, നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ ഒരു കാൽക്കുലേഷൻ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യും നമ്മൾ നോക്കാൻ പോകുന്നില്ല. പക്ഷെ അറിഞ്ഞിരിക്കണം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് അസോസിയേറ്റീവ് ആൻഡ് പ്രിസിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാർട്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സിൻ്റെ മനസ്സിലാക്കി വെക്കുക, ബൈ ഹാർട്ട് ചെയ്യുമെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മൾ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് ഫിനിഷ് ചെയ്ത് നമ്മൾ 2 സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്തേക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. നന്നായിട്ട് അതിൻ്റെ ഓപ്പറേഷൻസ് മനസ്സിലാക്കി മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ മനസ്സിലാകുകയുള്ളൂ. ഓക്കെ, സോ മാക്സിമം പ്രോഗ്രാംസ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാം. ഓക്കെ, താങ്ക്